ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ളോഗ് ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കൂ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ ഒരു പനീർ ബട്ടർ മസാലയാണ്. അപ്പം ആദ്യം നമ്മൾ ചപ്പാത്തി ഒന്ന് കുഴച്ച് വയ്ക്കണം. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ഉപ്പും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ചപ്പാത്തി ഒന്ന് കുഴച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല സോഫ്റ്റായ ചപ്പാത്തിയാവും. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ചപ്പാത്തിക്ക് കറിയായിട്ട് ഞാനൊരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അതിന് വേണ്ട തക്കാളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയൊന്ന് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതൊന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയുടെ പകുതി ആണ് എടുത്തുള്ളത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തുള്ളത്. ഇനി ഇതേ വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തുള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു കഷ്ണം ബട്ടറും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ ഇപ്പോൾ ചേർക്കണില്ല. അപ്പോൾ ഇതേ ഓയിലും ചൂടായി വന്നപ്പോൾ സ്പൈസസ് എല്ലാം ഇട്ടു. പിന്നെ 2-3 വറ്റൽമുളക്, ഒരു പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള എല്ലാതും, തക്കാളി ഒഴികെ ബാക്കിയുള്ളതെല്ലാം അതിലേക്കിട്ട് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് ഒരുവിധം ഒന്ന് വഴണ്ടു വരുമ്പോൾ തക്കാളി കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് സവാള ഒരുവിധം നന്നായി വഴണ്ടു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി ചേർത്തു. അതും കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കുറച്ച് നേരം 2-3 മിനിറ്റോളം ഒന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചു. അപ്പോഴേക്ക് നന്നായിട്ട് തക്കാളിയും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം 1/2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ടു. വീണ്ടും ഒന്ന് 2 സെക്കൻഡും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തന്നെ നമ്മുടെ വഴറ്റി വെച്ചുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, അതുപോലെ സ്പൈസസ്, കാഷ്യൂനട്ട് ഇത്രയൊക്കെയാണ് നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ നന്നായിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ വീണ്ടും പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കഷ്ണം ബട്ടറും കൂടി അതിലേക്കിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ
കുറച്ച് സ്പൈസസ്. അപ്പോൾ ഞാൻ ബേ ലീഫ്, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഒരു ഏലക്കായ, തക്കോല, അങ്ങനെയൊക്കെയാണ് എടുത്തുള്ളത്. ചെറിയ ജീരകം ഒക്കെയാണ് എടുത്തുള്ളത്. അപ്പോൾ അത് ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഒരു സവാള ചെറുതായി കൊത്തി എരിഞ്ഞെടുത്തുള്ളതാണ്. അപ്പോൾ അത് അതിലേക്കിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ അതേ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി, 1/2 ടേബിൾ സ്പൂണോളം തന്നെ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉണ്ടാവും ഗരം മസാല. ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർത്തുള്ളത്. അപ്പോൾ അതൊന്ന് വാറ്റി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ വഴറ്റിയെടുത്തുള്ളതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതിലേക്ക് ഇട്ടു. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏകദേശം 1/2 ഗ്ലാസ്സോളമൊക്കെ ഉണ്ടാവും ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്തുള്ളത് ഒരു 1.5 സ്പൂണോളം പഞ്ചസാരയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം തന്നെ ടൊമാറ്റോ സോസ്. നമ്മൾ നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്കും ഈ ഗ്രേവിയിലേക്കും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ പനീർ കട്ട് ചെയ്ത് വെച്ചുള്ള പനീർ അതിലേക്ക് ഇട്ടു. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് 2-3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്നു. ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി കസൂരി മേത്തിന്. അത് കയ്യിൽ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയതിന് ശേഷം അതിലേക്കിട്ടു. പിന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായി കട്ട് ചെയ്തത്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് ഫ്രഷ് ക്രീമും കൂടി മേലേക്ക് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയും പിന്നെ അതിലേക്ക് കൂട്ടിക്കഴിക്കാനായിട്ട് ചപ്പാത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.